Hi all. In the previous video already we have learned how to read, how to write and how to search an element in a binary file, right? Already this is a big program actually, and already I have given you the explanation for the write, read and that search also, right? Okay, this one. So today let me give you the explanation for the update. Update പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബൈനറി ഫയലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. സപ്പോസ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ഫീൽ ദാറ്റ് സം വാല്യൂസ് ഹാവ് ടു ബി ചേഞ്ച്ഡ്, ദെൻ നോ നീഡ് ടു എൻ്റർ വൺസ് അഗെയിൻ. ഒരു പ്രാവശ്യം കൂടി എല്ലാ കണ്ടൻറ്റും ആദ്യം മുതൽ എഴുതേണ്ട കാര്യമില്ല. നമ്മൾക്ക് എവിടെയാണോ മിസ്റ്റേക്ക് അത് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. So for that, let me use the function here as def update. See, remember this is the user defined name. Okay, don't think that is a keyword or something. This is a user defined name, can put anything. So nammalku ivide update ennu koduthittunde. So what I'm doing here is f equal to open of, I'm opening the file comma rb. ഇതൊരു പുതിയ ടേം ആണല്ലേ ആർ ബി. നമ്മൾ പഠിച്ചതിൽ RWA എന്ന് പഠിച്ചു എന്നല്ലാതെ ആർ ബി എന്നും പഠിച്ചിട്ടുണ്ട്. ബട്ട് യു ഡിഡ്ന്റ് ലേൺ RB+. RB+ മീൻസ് ദിസ് മോഡ് ഈസ് യൂസ്ഡ് ഫോർ റീഡിങ് ആസ് വെൽ ആസ് റൈറ്റിംഗ്. റീഡ് ചെയ്യുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം യു ക്യാൻ റൈറ്റ് ചെയ്യുകയും ചെയ്യാം. രണ്ടിനും യൂസ് ആവുന്ന ഒരു മോഡാണ് RB+. I hope it is clear to you, right? RB+ if you are writing means that it is a mode used for reading as well as for the writing. So I am opening this file for both. Then s equal to pickle.load of f. So whatever there in the f, it will be coming to the variable s. Then found equal to 0. Because നമ്മൾ സെർച്ചിൽ ചെയ്ത പോലെ അപ്ഡേറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ റൂൾ നമ്പർ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നു, അതിനുശേഷം അതിലേക്ക് നമ്മൾ വേണ്ട അപ്ഡേഷൻസ് കൊടുക്കുന്നു, അങ്ങനെ ചെയ്യാം കേട്ടോ. സോ ഹിയർ ഫൗണ്ട് ഈക്വൽ ടു 0. Then RNO equal to int of input of enter the roll number whose name to be updated. So whatever number you will be entering here, it will be coming to RNO. Then we are using the for loop. Why? Because നമുക്ക് ഒരു ഡാറ്റയിൽ ഒന്നിലധികം ഡാറ്റാസ് ഉണ്ട്. സോ നമുക്കത് എടുക്കണമെങ്കിൽ we have to use a for loop. For I in S means എസ്സിലുള്ള കണ്ടൻറ്റ് 1 by 1 ആയിട്ട് അതിലേക്ക് വരും. സോ ഫസ്റ്റ് റെക്കോർഡ് വരുന്ന സമയത്ത് വി ആർ ചെക്കിങ് ഇഫ് RNO ഡബിൾ ഈക്വൽ ടു I of 0. അതായത് I എന്നുള്ള റെക്കോർഡിൽ 0th പൊസിഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 0 എന്ന് പറയുന്നത് റോൾ നമ്പർ, 1 എന്ന് പറയുന്നത് നെയിം, 2 എന്ന് പറയുന്നത് മാർക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞിരുന്നു അല്ലേ. സോ I of 0th പൊസിഷനിലുള്ള റോൾ നമ്പറും നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത റോൾ നമ്പറും മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് ദർ ഈസ് എനി മാച്ച് ഫൗണ്ട് മീൻസ് വാട്ട് വിൽ ഹാപ്പൻ, ദിസ് സെക്ഷൻ വിൽ ബി വർക്കിംഗ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പ്രിൻറ്റ് ദ കറണ്ട് നെയിം. കറണ്ട് നെയിം ഈസ് I of 1 പ്രിൻറ്റ് ചെയ്താൽ പോരെ, കാര്യം I of 1 നെയിമാണ്. അപ്പോൾ ആ ith റെക്കോർഡിലുള്ള 1th പൊസിഷൻ ആരാണോ ആ നെയിം പ്രിൻ്റ് ആവും. Now what we are doing is I of 1 equal to input of enter the new name. ഇവിടെ നിങ്ങൾക്ക് ന്യൂ നെയിം അടിച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു ലൈൻ കൂടി നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതായത് I of 1 കൊടുത്ത പോലെ നിങ്ങൾക്ക് മാർക്സും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സി ഹിയർ I of 2 equal to int of input വേണം കേട്ടോ. int of input of enter the new marks. ഇത് ഓൾറെഡി ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് വിട്ടാണ് കേട്ടോ. അതായത് മാർക്സും കൂടി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ലൈൻ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റോൾ നമ്പർ വെച്ച് നമ്മൾ സെർച്ച് ചെയ്തെടുത്തു, അതിനുശേഷം നമ്മൾ ആ പർട്ടിക്കുലർ ആളുടെ റോൾ നെയിം പ്രിൻറ്റ് ചെയ്തു. വേണമെങ്കിൽ ഇവിടെ മാർക്സും പ്രിൻറ്റ് ചെയ്യാം. മാർക്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, കറണ്ട് മാർക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് I of 2 എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം I of 1ലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ആ ഒരു പൊസിഷനിലേക്ക് നമുക്കറിയാം ഒരു ലിസ്റ്റിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വീണ്ടും നമ്മൾ അവിടെ അതേ പൊസിഷനിലേക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൻ്റെ കണ്ടൻറ്റ് മാത്രമേ, ആ ഒരു ഭാഗം മാത്രമേ ചേഞ്ച് ആവുള്ളൂ അല്ലേ. സോ I of 1 equal to input of enter the new name പറയുമ്പോൾ ഇവിടെ നമ്മൾ ന്യൂ നെയിം അടിക്കുന്ന സമയത്ത്, ഒരു പുതിയ നെയിം അടിക്കുമ്പോൾ അത് I of 1ലേക്ക് അപ്ഡേറ്റ് ആവുക ചെയ്യുക. അതേപോലെ I of 2 equal to int of input of enter the new marks. Suppose if you are entering the new marks here, it will be come to I of 2. ഇനി അപ്ഡേറ്റ് ചെയ്യാനില്ല, സെയിം മാർക്സ് തന്നെ ആണെങ്കിൽ സെയിം മാർക്സ് തന്നെ അടിച്ചു കൊടുത്താലും മതി. അതായത് നെയിമിൽ മാത്രമേ കറക്ഷൻ വന്നിട്ടുള്ളൂ, മാർക്സിൽ കറക്ഷൻ ഇല്ലെങ്കിൽ സെയിം മാർക്സ് തന്നെ വീണ്ടും അടിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ നെയിം വീണ്ടും എന്തിലേക്ക് വരും, അടിക്കാതിരുന്ന് ചിലപ്പോൾ എറർ കാണിക്കും. സപ്പോസ് നിങ്ങളിവിടെ സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനി കറക്ഷൻ ആൾസോ ഡു വൺ തിങ് എൻ്റർ ദ സെയിം മാർക്സ്. സോ ഇറ്റ് വിൽ ബി കമ്മിങ് ടു I of 2 വൺസ് അഗെയിൻ. സോ ഇപ്പോൾ നമുക്ക് I of 0 വെച്ച് സെർച്ച് ചെയ്തെടുത്ത കണ്ടൻറ്റിലേക്ക് I of 1ഉം I of 2 നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് അതിനുശേഷം
ഇതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള റോൾ നമ്പർ ഉണ്ടെങ്കിലല്ലേ ഇത്രയും കണ്ടൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൗണ്ട് 1 ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോർ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. സോ ഐ ആം ഗിവിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യില്ല അല്ലേ. സോ ആഫ്റ്റർ ദ ഔട്ട്സൈഡ് ദ ലൂപ്പ് ഐ എം സെയിങ് യെസ് ഇഫ് ഫൗണ്ട് ഈക്വൽ ടു 0, ഫൗണ്ട് എപ്പോഴാണ് 0 ആവുക, യെസ് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ കൊടുത്ത ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഒരിക്കലും ഫൗണ്ട് 1 ആവില്ല. അപ്പോഴൊക്കെ എന്തായിരിക്കും, ഫൗണ്ട് 0 തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, റെക്കോർഡ് നോട്ട് ഫൗണ്ട്. അതല്ല ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ എൽസ് പാർട്ടിൽ നമുക്ക് എന്ത് പറയാം അറിയോ, നമ്മൾ എന്താ ചെയ്യുക അറിയോ, എസ്സിൽ നമുക്കറിയാം എസ്സിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. ഐയിലേക്ക് നമ്മൾ വന്നത് 1 by 1 കണ്ടൻറ്റ് ആണെങ്കിൽ കൂടിയിട്ട് എസ് എന്നുള്ള ആ ഒരു വേരിയബിളിലേക്ക് നമുക്കറിയാമല്ലോ, നോക്കിക്കേ ഫസ്റ്റ് ലൈനിലുണ്ട് എസ് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ എസ് എന്ന് പറയുമ്പോൾ ഫയലിലുള്ള എല്ലാ കണ്ടൻറ്റും വന്നിട്ടുണ്ട്. പക്ഷേ ഐയിലേക്ക് വന്നത് ഓരോരോ റെക്കോർഡായിട്ടാണ് വന്നിട്ടുള്ളൂ എങ്കിലും എസ്സിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. മാത്രമല്ല ഫോർ ലൂപ്പിലൂടെ നമ്മൾ ആ മാച്ചിങ് കണ്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആ ഒരു പർട്ടിക്കുലർ റെക്കോർഡിനെ മാത്രം മാർക്സും നെയിമും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് f.seek(0), അതായത് ഫയലിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പോയിൻ്റർ കൊണ്ട് വെക്കുകയാണ്. പിന്നെ pickle.dump(s), എന്ന് പറയുമ്പോൾ ഈ എസ്സിലുള്ള ഇപ്പോഴത്തെ കണ്ടൻറ്റ് എഫിലേക്ക് നമ്മൾ വീണ്ടും റൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. RB+ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ അല്ല കേട്ടോ ചെയ്യുക, റൈറ്റാണ്. സോ ഇവിടെ നമ്മൾ കൊടുത്ത RB+ മോഡ് കണ്ടില്ലേ, RB+ എന്ന് പറയുമ്പോൾ റീഡും റൈറ്റും ആണ്. സോ നമ്മൾ റൈറ്റ് ചെയ്യുക ഡംപ് ഓഫ് S, F എന്ന് പറയുമ്പോൾ എസ്സിലുള്ള കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ I എന്നുള്ള റെക്കോർഡിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, അത് എസ്സിലും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. സോ S, F എന്ന് പറയുമ്പോൾ എസ്സിലുള്ള ഇപ്പോഴത്തെ കണ്ടൻറ്റ് അങ്ങനെ എഫിലേക്ക് റൈറ്റ് ആവുകയും ചെയ്യുക. അതിനുശേഷം നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, റെക്കോർഡ് അപ്ഡേറ്റഡ്. ക്ലിയർ ആയല്ലോ, അതായത് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. സോ ഫയൽ ഓപ്പൺ ചെയ്യണം, RB+ എസ്സിലേക്ക് ഫയൽ ലോഡ് ചെയ്തെടുത്തു. ഫൗണ്ട് 0 കൊടുക്കാൻ കാരണം അങ്ങനത്തെ ഒരു റെക്കോർഡ് നമ്മൾ കൊടുക്കുന്ന റോൾ നമ്പറിനൊരു റെക്കോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഫൗണ്ട് 0 തന്നെയാണ് എന്ന് കാണിക്കാനാണ്. ഇനി റോൾ നമ്പർ എൻ്റർ ചെയ്തു, ഫോർ ലൂപ്പിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് റോൾ നമ്മൾ എൻ്റർ ചെയ്ത റോൾ നമ്പറും I(0) ഉള്ള വാല്യൂ മാച്ചിങ് ആണോ. അതായത് എസ്സിൽ എല്ലാ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഐയിലേക്ക് വരുന്നത് 1 by 1 അല്ലേ, ഓരോരോ റെക്കോർഡായിട്ട് വരും. ആ ഓരോ റെക്കോർഡിനെയും 0th പൊസിഷൻ റോൾ നമ്പർ ആയിരിക്കും, 1 എന്നുള്ളത് നെയിം ആയിരിക്കും, 2 എന്നുള്ളത് മാർക്സ് ആയിരിക്കും. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെയിം ആണ്, മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെയിം പ്രിൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത് നെയിമും മാർക്സും എൻ്റർ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുകയാണ്. ഇനി മാർക്സിൽ കറക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ സെയിം മാർക്സ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. സോ ആഫ്റ്റർ ദറ്റ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ മേക്കിംഗ് ദ ഫൗണ്ട് ഈക്വൽ ടു 1. ദെൻ ഐ എം യൂസിങ് ദ ബ്രേക്ക് ബിക്കോസ് നമ്മൾ ഒരിക്കൽ ഒരു റോൾ നമ്പർ മാച്ചിങ് ആയി കണ്ടാൽ പിന്നെ വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. സോ ഐ ആം യൂസിങ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെല്ലാം ശേഷം ഫോർ ലൂപ്പിൻ്റെ പുറത്തായിട്ട് ഇഫ് ഫൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നാണ്. എൽസ് അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ പോയിൻ്റർ 0th പൊസിഷൻ, അതായത് ഏറ്റവും ഫസ്റ്റ് കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവയ്ക്കുക. പിന്നെ pickle.dump(s, F) മീൻസ് വാട്ട് എവർ ദർ ഇൻ ദ S, ഇറ്റ് വിൽ ബി റൈറ്റ് ടു ഫയൽ F. ഓക്കെ, അതായത് എസ്സിൽ ഇപ്പോൾ അപ്ഡേഷൻ നടന്നിട്ടുണ്ടാവില്ലേ, അതിലുള്ള ഏതെങ്കിലും ഒരു ith റെക്കോർഡിലുള്ള അപ്ഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് എസ്സിലേക്കും ബാധിക്കും. സോ ദ അപ്ഡേറ്റഡ് S വിൽ ബി മൂവ് ടു ഫയൽ F. Clear? And after that if you want you can give the message record updated. Now I am having the function for delete. ഡിലീറ്റും ഇതുപോലെ തന്നെയാണ് കേട്ടോ, കുഞ്ഞു വ്യത്യാസമുണ്ട്, കാണിച്ചു തരാം. ഹിയർ ഓൾസോ ഐ എം ഗിവിംഗ് വൺ യൂസർ ഡിഫൈൻ നെയിം delete. I am opening the file for read. Then I am getting the file in S equal to pickle.load of F means I am loading the file and it is saving in the variable S. F.close because after reading that I am closing the file, then I'll tell you why. Then R equal to I'm using one variable here. I want to enter one roll number to be deleted. ഒരു പർട്ടിക്കുലർ റോൾ നമ്പർ പറയുന്നു, ആ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ റോൾ നമ്പർ ആറിലേക്ക് വരും. സോ F equal to open of binary REC, WB means I am opening the file for write. Then I am having one new list. I am creating one new list. So RECLST I am giving the variable and it is an empty list. Content ഒന്നും ഇല്ല കേട്ടോ. Then by using the for loop അറിയാലോ, എസ്സിലുള്ള എല്ലാ കണ്ടൻറ്റും ഒരുമിച്ച് വരില്ല, റെക്കോർഡ് ബൈ റെക്കോർഡാണ് വരിക. സോ നമ്മൾ ചെക്ക് ചെയ്യാണ് I(0) വാല്യൂവും Rഉം മാച്ചിങ് ആണോ എന്ന്.
ആർ ഈക്വൽ ടു IF0 കൊടുത്താലും കുഴപ്പമില്ല, IF0 ഡബിൾ ഈക്വൽ ടു ആർ കൊടുത്താലും നോ പ്രോബ്ലം, ബിക്കോസ് വി ആർ കമ്പയറിങ് ലെഫ്റ്റ് വിത്ത് റൈറ്റ് കണ്ടൻറ്റ്. അങ്ങനെ കണ്ടൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെയിം ആണെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ റോൾ നമ്പർ ചെക്ക് ചെയ്യുന്നു, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റോൾ നമ്പറാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു റോൾ നമ്പറിൻ്റെ കണ്ടൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം വേറൊരു ന്യൂ ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതായത് നമുക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും നമുക്ക് ഏത് റെക്കോർഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ മാച്ചിങ് ആണ് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ആ ഒരു റോൾ നമ്പറിൻ്റെ കണ്ടൻറ്റ് ഒഴികെ ബാക്കി എല്ലാ കണ്ടൻറ്റും ന്യൂ ലിസ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഒരു ലിസ്റ്റിനകത്തുള്ള ഒരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന ലിസ്റ്റല്ല, ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ഫയലാണല്ലേ. ഫയലിനകത്തുള്ള ഒരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം പുതിയൊരു ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. കാര്യം നമ്മൾ ഇതിലേക്ക് കൊടുത്തതെല്ലാം ഒരു ലിസ്റ്റ് ഫോർമാറ്റിലല്ലേ, എല്ലാ റെക്കോർഡും ലിസ്റ്റ് ഫോർമാറ്റിലാണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ഒഴികെ ബാക്കി എല്ലാ കണ്ടൻറ്റും പുതിയൊരു ലിസ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, നമ്മളുടെ ഈ ഫയലിലേക്ക് വീണ്ടും റീറൈറ്റ് ചെയ്യണം. ഏതാ റീറൈറ്റ് ചെയ്യുക, നമ്മൾ പുതിയ ലിസ്റ്റിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത റെക്കോർഡ് ഒഴികെ ബാക്കിയെല്ലാം വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പുതിയ ലിസ്റ്റിലുള്ള കണ്ടൻറ്റ് വീണ്ടും ഫയലിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ഫയലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫയലിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ കണ്ടൻറ്റ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ കണ്ടൻറ്റും ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിവിടെ റോൾ നമ്പർ മാച്ചിങ് ആണ് ചെക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കണം. കാര്യം റോൾ നമ്പർ മാച്ചിങ് ആയാൽ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് മറ്റേ ഫയലിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊഴികെ ബാക്കിയെല്ലാം പുതിയൊരു ലിസ്റ്റിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് റോൾ നമ്പർ മാച്ചിങ് അല്ലാത്ത എല്ലാ റെക്കോർഡും പുതിയ ലിസ്റ്റിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, pickle.demp ഓഫ് നമ്മുടെ പുതിയ ലിസ്റ്റിൻ്റെ നെയിം (F). അതായത് നേരത്തെ നമുക്ക് എസ് ആയിരുന്നു അല്ലേ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ RECLST എന്നൊരു ലിസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള കണ്ടൻറ്റ് എഫിലേക്ക് റൈറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പർ മാച്ചിങ് ആണെങ്കിൽ അതൊഴികെ ബാക്കി എല്ലാ റെക്കോർഡും നമ്മൾ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ ലിസ്റ്റിലുള്ള കണ്ടൻറ്റ് ഇപ്പോൾ എഫിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കണ്ടൻറ്റ് ഒഴികെ ബാക്കിയെല്ലാമാണ് എഫിലേക്ക് പോവുക. ശരിയല്ലേ. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എഫ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. സോ ക്ലിയറായി വിചാരിക്കേണ്ട. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാം വൈൽ ട്രൂ ആണ്. ഇത് ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ മെനു ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1 നമ്മൾ പറയാം റൈറ്റർ, 2 റീഡ്, ലൈക്ക് ദാറ്റ്, പ്രിൻ്റ്, 3 means search, 4 update, like that you can put the menu. Then here is a choice, you have to enter the choice like 1, 2, 3 etc. 6 up to 6. If ch double equal to 1 means you have to call which function, write function, or if else if ch double equal to 2 means you have to call read function, like that. Actually ഇതാണ് മെയിൻ പ്രോഗ്രാം കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. പിന്നെ ch double equal to 6 ആണെങ്കിൽ ബ്രേക്ക് എന്നാണ് കൊടുക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വൈലിൻ്റെ ലൂപ്പിനകത്തല്ലേ മെനു കൊടുത്തിരിക്കുന്നത്, അപ്പോൾ വൈൽ ലൂപ്പ് എക്സിറ്റ് ആവും. സോ മെനു വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഏത് നമ്പർ കൊടുക്കുകയാണെങ്കിലും മെനു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആഫ്റ്റർ ദാറ്റ് വെൻ യു ഫിനിഷ്ഡ് the particular loop, if you exit from the loop means you will be getting the end of program. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു എഫ് ക്ലോസ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും പ്രോഗ്രാം വർക്ക് ആവുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാമിൽ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇവിടെ ക്ലോസ് ചെയ്യുന്ന പകരം ലാസ്റ്റ് ക്ലോസ് ചെയ്താലും മതി. സപ്പോസ് ഇവിടെ ക്ലോസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഫ് ഓപ്പൺ ചെയ്തു RBയിൽ അല്ലേ, അപ്പോൾ വീണ്ടും ഇവിടെ എഫ് ഓപ്പൺ ചെയ്യണം WBയിൽ. അപ്പോൾ അതുകൊണ്ട് സെയിം വേരിയബിൾ നെയിം ആയതുകൊണ്ടാണ് ഇവിടെ എഫ് ക്ലോസ് ചെയ്യാനുള്ള കാരണം. ഇനി ചില സമയങ്ങളിൽ അത് എറർ വരാം. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ദ f.close ഹിയർ, നോ പ്രോബ്ലം. പക്ഷേ ക്ലോസ് ചെയ്തോളൂ, കാര്യം വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യും. കാരണം ലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. സോ ആഫ്റ്റർ ദ യൂസ് യു ഹാവ് ടു ക്ലോസ് ദ ഫയൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു കാര്യം മനസ്സിലായി വിചാരിക്കേണ്ടത്. സോ ഡു വൺ തിങ്, ഡു ദ പ്രോഗ്രാം ഇൻ യുവർ സിസ്റ്റം ആൻഡ് ചെയ്ത് നോക്കുക നന്നായിട്ട്. പ്രോഗ്രാം ഔട്ട്പുട്ട് കിട്ടുന്നില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇത് റൺ ചെയ്ത് കാണിച്ചു തന്നിരുന്നു അല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ ദിസ് ഇസ് എനഫ് ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.